അയ്യാഴ്ച നമ്മുടെ വീട്ടിൽ ഒടിഞ്ഞു പോയ ഒരു പെയിന്റ് ബ്രഷാണ്. നമ്മുടെ സാധാരണ 4-ഇഞ്ചിന്റെ പെയിന്റ് ബ്രഷ് വീട്ടിലൊക്കെ പെയിന്റ് അടിക്കില്ലേ, സെയിം സാധനം തന്നെ. ഇത് വെച്ച് നമുക്ക് വീട്ടിൽ ഡ്രോ ചെയ്യാൻ പറ്റിയ വോൾ ആർട്ട് ഡ്രോ ചെയ്യാൻ പറ്റിയ പെയിന്റ് ബ്രഷ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു എക്സ്പെരിമെന്റ് ആണ്. കണ്ടുപോകണേ. ആദ്യം തന്നെ ഇത് ഞാൻ നല്ല രീതിയിൽ അടർത്തിയെടുക്കുന്നുണ്ട്. നമുക്കിത് പിടിപ്പിച്ചെടുത്തിട്ട് വേണം ഇതിൻ്റെ അകത്ത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് പുതിയ ബ്രഷിലേക്ക് മാറ്റിയെടുക്കാനായിട്ട്. ഇതിൽ പഴയ ഗ്ലൂ ഒക്കെ ഒട്ടി നിൽക്കണ പറഞ്ഞാൽ നമുക്ക് അതൊന്നും ആവശ്യമില്ല. പക്ഷേ മാക്സിമം ലെങ്ത്ത് കട്ട് ചെയ്ത് കളയാത്ത രീതിയിൽ നല്ല നല്ല പീസ് വേർതിരിച്ചെടുക്കണം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് അലൈൻ ചെയ്തെടുക്കണം. ഞാനതിന് എൻ്റെ പഴയൊരു സ്കെയിലാണ് യൂസ് ചെയ്യണത്. എല്ലാവരും ഇതേപോലെ എന്തെങ്കിലും ഫ്ലാറ്റ് ആയിട്ടുള്ള നീളം സാധനം എടുത്താൽ മാത്രമേ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ എക്സസ് ആയിട്ടുള്ളത് വേർതിരിച്ചെടുക്കാൻ നേരത്തെ അതിൻ്റെ കുറേ ഗ്ലൂ, നേരത്തെ ഉണ്ടായിരുന്ന ബ്രഷിൻ്റെ അകത്ത് കുറേ ഗ്ലൂ ഉള്ളതുകൊണ്ടിട്ട് അതെല്ലാം ഇങ്ങനെ കയറി വരും. അതെല്ലാം കട്ട് ചെയ്ത് മാറണം കേട്ടോ. അങ്ങനെ അലൈൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലെങ്ത് എല്ലാം കൂടി ഈക്വൽ ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ അലൈൻ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു ഹോൾ വരുന്ന ഒരു പൈപ്പിൻ്റെ കറക്റ്റ് ഹോൾ കിട്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ ലെവൽ ചെയ്യണത് അതിൻ്റെ അടിവശം സ്ട്രെയിറ്റ് ആയിട്ട് ലെവലായിട്ട് കിട്ടാൻ വേണ്ടി, പിന്നെ അതിൻ്റെ മുൻഭാഗം ഷാർപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എക്സസ് ആയിട്ടുള്ളതെല്ലാം എടുത്ത് കളഞ്ഞാൽ മാത്രമേ അത് ഫ്ലാറ്റ് എഡ്ജായിട്ട് കിട്ടത്തുള്ളൂ. നമുക്ക് ഈ ബ്രഷ് അത്യാവശ്യം ഫ്ലാറ്റ് റൗണ്ട് കർവ്ഡ് ആയിട്ടാണ് വേണ്ടത്, ഷാർപ്പല്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ മെയിൻ ബ്രഷ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാനൊരു കുഞ്ഞൻ ബ്രഷ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു 4 ഇഞ്ച് ലെങ്ത്തിലുള്ള ബ്രഷ്, കുഞ്ഞൻ ബ്രഷാണത്. അതിൻ്റെ ഫ്രണ്ട് എഡ്ജ് എല്ലാം ഷാർപ്പ് ചെയ്യുന്ന രീതിയാണിത്. നമ്മൾ വീണ്ടും നമ്മുടെ മെയിൻ ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ ടങ്കീസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എന്തെങ്കിലും എടുത്തിട്ട്, നൂലായാലും കുഴപ്പമില്ല, അതെടുത്ത് കെട്ടി നല്ല ടൈറ്റാക്കി വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടെല്ലാം ഇതേപോലെ റൗണ്ട് രീതിയിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ചീത്തയായി പോയ ഏതെങ്കിലും ഒരു പഴയ ബ്രഷിൻ്റെ കേസിങ് തപ്പിയെടുക്കലാണ് അടുത്ത ടാസ്ക് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ പെയിൻറ് സെറ്റാണ്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എടുക്കുന്നത് ഒരു ആംഗുലർ ആയിട്ടുള്ള ഒരു ബ്രഷാണ്. ഞാൻ നേരത്തെ കണ്ടുവച്ച ഒരു ബ്രഷ്. കുറേ ബ്രഷൊക്കെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ കിട്ടിയ ഏതെങ്കിലും ഒരു ബ്രഷിനേക്കാളും നല്ലത് സ്പേസ് ഉള്ള ബ്രഷ് വേണം. അതായത് നമ്മൾ ഇത്രയും ഈ നാരുകൾ അതിൻ്റെ അകത്ത് ഇറങ്ങിയിരിക്കാൻ പറ്റിയ കേസ് വേണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കിട്ടിയത് എനിക്ക് ഇതേപോലത്തെ ഒരു ആംഗുലർ ആയിട്ടുള്ള ബ്രഷാണ്. ഞാൻ അതിൻ്റെ അകത്താണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. വേണ്ട, ലെങ്ത് ഉണ്ട് അത്യാവശ്യം. ഈ ബ്രഷിൻ്റെ അത്ര തന്നെ ലെങ്ത് ഉണ്ട്. ഒരു 5-8 ഇഞ്ച് വലിപ്പമുണ്ട്. ഇത് അഴിച്ചെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. നിങ്ങൾ സൂക്ഷിച്ചും കണ്ട് അഴിക്കണം. ഇതേപോലെ പ്ലെയറൊക്കെ വെച്ച് അഴിക്കുമ്പോൾ കൈക്കെട്ട് പിടുത്തം വീഴരുത്, ഒടിഞ്ഞു പോകരുത്, ആ സ്റ്റീൽ കേസ് പൊട്ടിപ്പോകരുത് കേട്ടോ. ഞാൻ ഈ സാധനം വലിച്ചൂരി എടുത്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന സെയിം ബ്രഷില്ലേ, സെയിം ബ്രിസിൽസ് തന്നെയാണ് നമ്മുടെ ഈ കാണുന്ന പെയിൻറ് ബ്രഷിൻ്റെ അകത്തുള്ളത്. അതേ തിക്നെസ് ഒക്കെ തന്നെ. അപ്പോൾ ഞാനതെല്ലാം വലിച്ചൂരി എടുത്തപ്പോൾ ചെറുക്കി ഷോക്കായി പോയി. ഭയങ്കര വിലയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഈ ചൈനീസ് ബ്രഷൊക്കെ വാങ്ങാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. നമ്മുടെ വീട്ടിലും കിടപ്പുണ്ട് ഇതേപോലത്തെ ബ്രഷൊക്കെ. ജസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ലാഭമാണ്. ഇനി അടുത്തത് ഇത്രയും ചെറിയ ട്യൂബിൻ്റെ അകത്ത് ഇത്രയും തിക്കായിട്ടുള്ള ഈ നാരുകൾ കയറ്റിയെടുക്കുക എന്നുള്ളതാണ്. കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണ്. എന്നാൽ ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് ട്രൈ ചെയ്യുമ്പോൾ പകുതിക്ക് വെച്ചിട്ടും പോരുത്. കുറച്ച് നല്ല റിസൾട്ട് തന്നെ ഒരു ടൈപ്പ് ബ്രഷാണ് ഇത്. ഒരു വിധത്തിൽ ഞാനത് എല്ലാ സൈഡിൽ നിന്നും കുത്തി അകത്തേക്ക് തിരികെ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എഡ്ജുകളിൽ ആ വന്ന ടങ്കീസ് അല്ലെങ്കിൽ നൂലിൻ്റെ പോർഷൻസും കൂടി ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഉള്ളിലേക്ക് ഫുള്ളായിട്ട് കയറിയിരിക്കണം. എന്നിട്ട് എക്സസ് വരുന്ന ടങ്കീസ് എല്ലാം കട്ട് ചെയ്തും കളയണം കേട്ടോ. ഇങ്ങനത്തെ ബ്രഷൊക്കെ നമ്മുടെ ചൈനക്കാരുണ്ടാക്കുന്നത് ആദ്യം അതിൻ്റെ അകത്ത് ഗ്ലൂ ഇടും. ഞാൻ പല യൂട്യൂബ് വീഡിയോസും കണ്ടതിൽ അവർ ഫസ്റ്റ് ഗ്ലൂ ഇട്ടതിന് ശേഷമാണ് ഇങ്ങനെ. പക്ഷേ ഞാൻ ആ ഗ്ലൂ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് വ്യത്യാസം. ഗ്ലൂ ഇടാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഗ്ലൂ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ വലിച്ചൂരി എടുക്കാൻ പറ്റില്ല, മൊത്തമായിട്ട് കളയേണ്ടി വരും. ഞാനിപ്പോൾ ഇത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പറ്റുന്നുണ്ട് ഇങ്ങനത്തെ പ്ലെയറൊക്കെ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ പിടിക്കണം കേട്ടോ. അല്ലെങ്കിൽ മൊത്തമായിട്ട് അത് ചതഞ്ഞ് അമർന്നു പോകും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കുറച്ച് എക്സസ് വന്നേക്കുന്ന ടങ്കീസൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലും കുറേ പോർഷൻസൊക്കെ ചാടിയിട്ടുണ്ട്. ഇതപ്പോൾ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കണം മൊത്തത്തിൽ. എത്ര ലെവൽ ചെയ്താലും ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് പീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബാക്കി നിൽക്കും. അത് പറ്റുന്നുണ്ടെങ്കിൽ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തായിരിക്കും നല്ലത്. ചെറിയ ബ്രഷ് ഉണ്ടാക്കാനുള്ള പീസ് ഞാൻ ഇപ്പോഴും തൊട്ടിട്ടില്ല. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തിടുന്നതാണ്. നിങ്ങളെല്ലാം മറക്കാണ്ട് കാണും കേട്ടോ. നമ്മുടെ ബ്രഷ് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലാറ്റായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ടാസ്കിലേക്ക് നമുക്ക് കിടക്കാം. അതിനായിട്ട് നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മരപ്പണിക്കാരൊക്കെ യൂസ് ചെയ്യുന്ന സാൻഡ് പേപ്പർ ഏതായാലും മതി. പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ അത്യാവശ്യം നല്ല ഗ്രിറ്റുള്ള സാൻഡ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ നല്ല രീതിയിൽ അമർത്തിയിട്ട് നല്ല ഫാസ്റ്റായിട്ട് സ്മൂത്തായിട്ട് ഉരച്ചു കൊടുക്കുക. ഫിംഗർ പിടിക്കുമ്പോൾ നോക്കണം, ഫിംഗർ തേഞ്ഞ് പോകരുത്. അധികം ഇട്ട് ഉരച്ചുരച്ച് വരുമ്പോൾ ഫിംഗർ തേയാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ചെയ്യുമ്പോൾ ഒരു ഗ്ലൗസ് ഒക്കെ ഉണ്ടായി ചെയ്യുക. ഞാനിപ്പോൾ ഗ്ലൗസ് ഒന്നും ഇല്ല, ഉള്ളതുപോലെ ഞാൻ സെറ്റ് ചെയ്യണം. ഈ സാൻഡ് പേപ്പറിലാണ് ഞാൻ എൻ്റെ ഡ്രോയിങ്ങിനുള്ള ഗ്രാഫൈറ്റും ചാർക്കോളൊക്കെ ഉരച്ചെടുക്കുന്നത്. അതിൽ തന്നെയാണ് ഞാൻ ഉരക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് ഗ്രാഫൈറ്റിൻ്റെ കളറൊക്കെ ആയിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ വാഷ് ചെയ്യുമ്പോൾ പോയിക്കോളും. അടുത്ത് ഇതേപോലെ ഡ്രമ്മൽ ടൂളുള്ള ആൾക്കാർ ഡ്രമ്മലിൽ ചെയ്യാം. അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഇതേപോലെ സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് നിങ്ങളുടെ സ്റ്റാർച്ച് ഉരച്ച് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ.
സാധാരണ സ്റ്റാർച്ച് ഇട്ടിട്ട് ആരും ഉരക്കാറൊന്നുമില്ല. ഞാനത് വീണ്ടും ഒന്ന് കുറച്ച് കറുവാക്കി ഷേപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യണമെന്നുള്ളൂ. പുതിയ പുതിയ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് പുതിയ പുതിയ വഴികൾ തെളിയുള്ളൂ. സ്റ്റാർച്ച് നമുക്ക് ഓൺലൈനിൽ ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സിമ്പിൾ സാധനമാണ്. നിങ്ങൾക്കത് വാങ്ങി ഇതേപോലെ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെ യൂസ് ചെയ്യാന്നേ ഉള്ളൂ. പെയിൻ ബ്രഷ് സ്റ്റാർച്ച് എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ സിമ്പിളായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇതിൻ്റെ അകത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ വീഡിയോയുടെ ലെങ്ത് കൂടും, അതുകൊണ്ട് പ്രാക്ടിക്കലി നടക്കത്തില്ല. അപ്പോൾ സ്റ്റാർച്ച് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ഉണങ്ങിന് ശേഷം നമുക്കിത് വീണ്ടും ഒരു ലെയറും കൂടി പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. എനിക്കിത് ചെയ്തിട്ട് അത്ര തൃപ്തിയായിട്ട് തോന്നിയില്ല. എന്നാലും നമുക്ക് മ്യൂറൽ ആർട്ട് അല്ലെങ്കിൽ വോൾ ആർട്ട് എന്തെങ്കിലും ഡ്രോയിങ്സ് ഒക്കെ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ബ്രഷ് ചെയ്യാനാണ് നല്ലത്. കാരണം വലിയ കോസ്റ്റ്ലി ആയിട്ടൊരു ബ്രഷ് മേടിച്ച് ഞാനത് ഇവിടെ യൂസ് ചെയ്തിട്ട് നശിഞ്ഞു പോയിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ വേസ്റ്റ് കിടക്കുന്ന ബ്രഷ് ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ബെറ്റർ. ഞാനിത് ഒന്നുകൂടി ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കോൺ വെച്ചിട്ട് ബുക്കി എടുത്തതിന് ശേഷമാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്ന നേരത്ത് നിങ്ങളുടെ കണ്ണിലേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഗ്ലാസ് വെച്ചേക്കുക. ക്യാമറ ഫ്രണ്ടിൽ ഡയറക്റ്റ് വെച്ച് ചെയ്യാതിരിക്കുക. ഈ സ്റ്റാർച്ച് എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് ഡ്രൈ ആയിപ്പോകും. അതുകൊണ്ട് തന്നെ ക്യാമറ ലെൻസിൽ നിന്നൊക്കെ തുറച്ചെടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ ലെൻസിൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ ഇതെല്ലാം തുടച്ച് മാറ്റിയത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നല്ല നല്ല കണ്ടന്റുകൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഫ്രണ്ടിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ചെയ്തതാണ്. എനിക്കിങ്ങനെ ഒരു ബ്രഷ് വേസ്റ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മതിൽമേ വരക്കാനോ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. ബ്രഷ് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.